ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്യൂൺസ് ഓഫ് ലൈഫ്. എല്ലാ ഫ്രണ്ട്സിനും സുഖമാണെന്ന് തന്നെ വിശ്വസിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വ്ളോഗിലേക്ക് പോകാം. ഇന്ന് ഞാൻ വിചാരിച്ചു ഈ 24 മണിക്കൂറും ഒരാളിനെ പറ്റി കുറ്റം പറഞ്ഞ് നടക്കുന്നവരുടെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അവർ ഒരിക്കലും അവരുടെ ഈ സ്വഭാവം മാറ്റാൻ പോകുന്നില്ല എന്നുള്ളതൊരു റിയാലിറ്റിയാണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഈ കുറ്റം പറയുക എന്ന് പറയുന്നത് എൻ്റെ തന്നെ പേഴ്സണൽ, ഞാൻ ഈ പറയുന്ന പല കാര്യങ്ങളും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള ചില ലെസൺസാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത് കേട്ടോ. അത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരമാകുന്നെങ്കിൽ ആകട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ കുറ്റം പറയുന്നവരുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത്. അപ്പം എൻ്റെ അമ്മയുടെ മരണത്തിന് ശേഷം എൻ്റെ അച്ഛൻ ഞങ്ങളോടൊപ്പമാണുള്ളത്. അപ്പം എന്നാൽ കഴിയുന്ന രീതിയിൽ, ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ കഴിയുന്ന രീതിയിലൊക്കെ അച്ഛൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ സാധിച്ചു കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അച്ഛന് യാത്ര ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എവിടെയൊക്കെ ക്ഷേത്രങ്ങളിൽ നമുക്ക് പോകാൻ പറ്റുമോ അവിടെയെല്ലാം നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട് അച്ഛനെ. ഗുരുവായൂർ, ഏറ്റുമാനൂർ, അതുപോലെ എറണാകുളത്തപ്പൻ, പൂർണ്ണത്രയേശൻ, തെങ്കാശിയിലുള്ള ടെമ്പിള്, അങ്ങനെ അച്ഛന്. അതുപോലെ തന്നെ പിന്നെ വേറെ ഏത് ക്ഷേത്രമെന്നറിയാമല്ലോ, ഏത് ഒരു ക്ഷേത്രം, ഇപ്പം മുരുകൻ്റെ ക്ഷേത്രം ഉണ്ടല്ലോ, തിരുച്ചെന്തൂർ മുരുക ഭഗവാന്റെ ക്ഷേത്രത്തിൽ ഒക്കെ അച്ഛനെ കൊണ്ടുപോയി. കന്യാകുമാരി, ഇങ്ങനെ അച്ഛനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന വഴികളിലൊക്കെ നമ്മൾ അച്ഛനെ കൊണ്ടുപോയിട്ടുണ്ട്. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മുടെ മനസ്സാക്ഷിക്ക് ഒരു തരത്തിലുള്ള കുറ്റബോധവും തോന്നാത്ത രീതിയിൽ നമ്മളെ അച്ഛൻ നോക്കിയതുപോലെ ഞാൻ നോക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇതിൽ ഒരു വാക്കുപോലും എനിക്ക് കള്ളം പറയേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ചെയ്ത കാര്യം മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. പിന്നെ മറ്റുള്ളവരെന്ത് ചെയ്തു ചെയ്തില്ല എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു ഞാൻ ബന്ധു എന്ന പേര് എനിക്ക് പറയാൻ ഇഷ്ടമില്ല. പക്ഷേ ഞാൻ എന്നാലും ഇവിടെ ബന്ധു അല്ലാത്ത ഒരാളും അച്ഛനെ കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ അച്ഛനെ കാണാൻ വന്നപ്പോൾ അവരെ കൂടെ 2 ആൾക്കാരാണ് വന്നത്. അപ്പോൾ അപ്പോൾ അച്ഛൻ ഇങ്ങനെ അന്ന് അച്ഛന് സുഖമില്ലാതെ കിടക്കുന്ന ഒരു അവസരമായിരുന്നു. അപ്പം യൂറിനൊക്കെ ഇങ്ങനെ പാസ് ചെയ്തപ്പോൾ ആ യൂറിൻ ഇങ്ങനെ താഴെ ഫ്ലോറിൽ ഇങ്ങനെ കുറച്ച് ആയി കിടന്നു അവർ വന്ന സമയത്ത്. ഞാൻ മറ്റു ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് വന്ന് ഞാൻ ആ യൂറിൻ ഇങ്ങനെ വൈപ്പർ കൊണ്ട് തുടച്ച് മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ വന്നത്. പിന്നെ അവർ പറയുകയാണ്, അതിൽ ഒരാൾ ഇങ്ങനെ പറയുകയാണ്, അയ്യോ ഞങ്ങളെ അമ്മയൊക്കെ ഇങ്ങനെ യൂറിൻ പാസ് ചെയ്ത ആ സെക്കൻഡിൽ തന്നെ നമ്മളതങ്ങ് മാറ്റും. നമ്മൾ യൂറിൻ 1 മിനിറ്റ് പോലും ഇട്ടിരിക്കാറില്ല, നമ്മളും ഇങ്ങനെ നോക്കിയതാണ് എന്ന്. ഞാൻ അന്നത്തെ ദിവസം വരെ തിരിഞ്ഞു നോക്കാത്ത ബന്ധുക്കളാണ് ഇത്തരത്തിലുള്ള കോംപ്ലിമെൻറ്റ്സ് നമുക്ക് തരുന്നതെന്നുള്ള കാര്യം മറന്നു പോകരുത്. അപ്പം ഞാനും എൻ്റെ മോനാണ് അച്ഛൻ ഒന്നിനും 2നും ഒക്കെ മോഷനും ഒക്കെ അവിടെ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ചിലപ്പോൾ നമ്മളിങ്ങനെ ഈ ഡയപ്പേഴ്സൊക്കെ വെച്ചാലും അതിൽ നിന്നുകൊള്ളണമെന്നില്ല. അപ്പോൾ എൻ്റെ മോനാണ് എടുത്ത് ബാത്റൂമിൽ കൊണ്ട് സ്റ്റൂളിലിരുത്തി ഞങ്ങളാണ് അച്ഛനെ കുളിപ്പിക്കുന്നതും ഒക്കെ. ഇപ്പം അച്ഛൻ അതിൽ നിന്ന് റിക്കവർ ചെയ്തു. പക്ഷേ ആ സമയങ്ങളെല്ലാം അപ്പോൾ ഈ കുറ്റം പറയുന്നവർക്ക് അതുമാത്രം പറഞ്ഞു നടന്നാൽ മതി. അപ്പോൾ നമ്മളെ താഴെ ഒരു ഹോസ്പിറ്റലുണ്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റൽ. അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ അവിടെയാണ് ഞാനും പോകുന്നത്. അച്ഛനെയും എൻ്റെ മോള് ആരായാലും അവിടെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞങ്ങൾ നെടുമങ്ങാട് വട്ടപ്പാറ SUTയിൽ ആ ഹോസ്പിറ്റലിൽ, ഈ ചെറിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രിപ്പൊക്കെ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, അന്നത്തെ ഒരു അസുഖം വന്നപ്പോഴുള്ള കാര്യമാണ് പറയുന്നത്, ഒരു 1 ഇയറോളമായി. അപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ എന്തായാലും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ നേരെ SUT വട്ടപ്പാറ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന്. അപ്പം ഞാൻ അവിടെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് കാര്യങ്ങളെല്ലാം നോക്കി. അവിടുന്ന് ഏതേത് ഹോസ്പിറ്റലിൽ അച്ഛന് ട്രീറ്റ്മെൻറ്റ് എടുത്തോ അതിൻ്റെ സ്ലിപ്സ് എല്ലാം നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഞാനൊരു മോളല്ലല്ലോ, എനിക്ക് ഞങ്ങൾ 3 ആൾക്കാരാണ് സഹോദരങ്ങളായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും നമ്മളെ കൂടെ അച്ഛൻ നിൽക്കുന്ന സ്ഥിതിക്ക് നമ്മൾ ആ സ്ലിപ്സ് സൂക്ഷിച്ചു വയ്ക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വെച്ച് അച്ഛനെ കൊണ്ടുപോയി. അവിടെ നിന്ന് അവസാനം നമ്മൾ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല എന്ന് വരെ കുറ്റം പറഞ്ഞ് നടന്ന ആൾക്കാർ എൻ്റെ ബന്ധുക്കളുടെ ഇടയിലുണ്ട് എന്ന് ഞാനിപ്പോൾ ഓർമ്മിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു വരെ നമ്മൾ ഹേർട്ട് ചെയ്യാൻ അവർ മടിക്കാറില്ല. എന്നാൽ അച്ഛനെ ഒരു പ്രാവശ്യം വന്ന് നോക്കാനോ ഒരു ദിവസം പരിചരിക്കാനോ ഈ പറഞ്ഞവർക്ക് ആർക്കും കഴിയില്ല. അപ്പോൾ ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ, ഞങ്ങൾ നോക്കിയോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ഈ പറഞ്ഞ ആൾക്കാർക്ക് അച്ഛനെ കൊണ്ടുപോകാനുള്ള
പിന്നെ പൂർണ്ണമായ അധികാരമുള്ള ആൾക്കാരാണ് ഇത്തരത്തിൽ പറഞ്ഞു നടന്നത്. പറയാൻ വളരെ എളുപ്പമാണ്. എൻ്റെ ബ്രദർ അന്ന് അച്ഛൻ ഇത്രയും സുഖം ഇല്ലാതെ കിടന്ന സമയത്ത് ഒരു 5000 രൂപ അത് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഇന്നത്തെ ദിവസം വരെ പോലും എപ്പോഴെങ്കിലും വിളിക്കുമ്പോൾ അച്ഛന് സുഖമാണോ എന്ന് ചോദിക്കുന്നതല്ലാതെ അവർക്ക് ഇതിൽ യാതൊരു വിധമായ ബാധ്യതകളും ഇല്ല എന്ന അർത്ഥത്തിലാണ് ജീവിക്കുന്നത്. എനിക്കതിലൊരു പരാതിയില്ല. കാരണം അവർക്ക് അവരുടെ ജീവിതം അവർ പോയി. എനിക്ക് എൻ്റെ അച്ഛനെ നോക്കണമെന്നുണ്ട്, ഞാൻ നോക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിൽ മറ്റുള്ളവർ നോക്കിയെന്നോ നോക്കിയില്ലെന്നോ ഉള്ള കുറ്റമൊന്നും നമ്മൾ പറഞ്ഞു നടക്കേണ്ട കാര്യമില്ല. ഇത് ഞാൻ ഇത്രയും ഇവിടെ പറയാൻ കാരണം നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത് നമ്മളെ മനസ്സാക്ഷിക്ക് നന്നായിട്ടറിയാം. മറ്റൊരാളെ അത് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഞാൻ SUTയിലെ സ്ലിപ്പ്, അതായത് ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്ത സ്ലിപ്പ് കൊണ്ടുവന്ന് കാണിച്ച ആൾക്കാർ പോലും പറഞ്ഞത് അങ്ങനെ ഒരു സ്ലിപ്പ് ഇവർക്ക് എവിടെ നിന്ന് കിട്ടി, അച്ഛനെ അവിടെ ഹോസ്പിറ്റലിലൊന്നും കൊണ്ടുപോയില്ല. അങ്ങനെ നമ്മൾ പ്രായമായ ഏതൊരാളിൻ്റെ അറിവിലേക്ക് ഞാൻ പറയുകയാണ്, ഏതൊരു അച്ഛനമ്മമാരെ നോക്കുന്നവരുടെ അറിവിലേക്ക് ഞാൻ പറയുകയാണ്, നമുക്കൊരു ഏജായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് 55ഓ 60ഓ ഒരു ഏജായി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പരിചരണവും, മരുന്ന് മാത്രം പോരാ, നല്ല രീതിയിലുള്ള പരിചരണവും, അവർക്ക് നല്ല രീതിയിലുള്ള ഹെൽത്തി ഫുഡും കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അവരുടെ ആയുസിൻ്റെ നീളം വളരെയധികം കുറയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം സ്കിന്നൊക്കെ ഭയങ്കര സെൻസിറ്റീവായിരിക്കും. ഒരു ഏജ് കഴിഞ്ഞാൽ നമ്മളൊന്ന് തൊട്ടാൽ പോലും ആ സ്കിൻ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, 3 മാസം അച്ഛന് ഒരു മുറിവ് പോലും പറ്റാതെ നമ്മൾ നോക്കിയെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രത്തോളം നോക്കാതെ ഒരിക്കലും അച്ഛൻ അതിൽ നിന്ന് റിക്കവറായി വരാൻ കഴിയില്ല എന്നുള്ളത് ഏത് ബുദ്ധിയുള്ള ആളിനും മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കാൻ വിദഗ്ധരായതുകൊണ്ട് മാത്രം അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. ഈ കുറ്റം പറഞ്ഞ് നടന്ന ആൾക്കാരുടെ പേരോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. കാരണം എനിക്കത് ഒട്ടും തന്നെ പറയേണ്ട കാര്യമില്ല. നമ്മളെന്ത് ചെയ്യുന്നു നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഞാൻ കുറച്ച് സീരിയസ് ആയി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ അച്ഛനുമായി ബന്ധപ്പെട്ട കാര്യം. അപ്പോൾ ഈ അച്ഛൻ, അമ്മ മരിച്ച് 2020 മരിച്ച അച്ഛൻ ഇന്ന് 76 വയസ്സ് കഴിഞ്ഞിട്ടും ആ ഒരു വലിയ അസുഖത്തിൽ നിന്ന്, അതായത് എല്ലാ ഓർഗൻസും വീക്കാണെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ നമ്മളെന്നാലും ആ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹവും നമ്മുടെ പ്രാർത്ഥനയൊക്കെ കൊണ്ട് നമ്മുടെ സംരക്ഷണവും എല്ലാം കൊണ്ട് അച്ഛൻ ഇപ്പോഴും 2026 അത്യാവശ്യം വീട്ടിനകത്ത് നടക്കും. നമ്മളൊന്ന് വണ്ടിയിൽ പിടിച്ച് കയറ്റിയാൽ ഒന്ന് ഇരുന്ന് എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാൻ പറ്റും. ആ രീതിക്ക് ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ഒരു നല്ല സംരക്ഷണം, ഒരു പ്രൊട്ടക്ഷൻ കിട്ടാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അത് എൻ്റെ അച്ഛനായാലും ശരി, ഇനി ഒരാളിൻ്റെ പാരൻസ് ആയാലും ശരി, നോക്കാതെ ഒരാൾക്കും ഒരു ഏജ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹെൽത്ത് റിക്കവർ ചെയ്തിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ കുറ്റം പറയുന്നവർ ഒരു സൈഡിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കട്ടെ. അത് നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ കറക്റ്റായി ചെയ്താൽ മാത്രം മതി എന്നാണ് ഞാനിവിടെ പറയാൻ വന്നത്. ഇതെൻ്റെ തന്നെ പേഴ്സണൽ എക്സ്പീരിയൻസ് എടുത്ത് ഞാൻ പറയാൻ കാരണം, കുറ്റം പറയുമ്പോൾ നമ്മൾ ഭയങ്കര ഹേർട്ടിങ് നമുക്കുണ്ടാവും മനസ്സിന്. പക്ഷേ അങ്ങനെ മനസ്സ് വിഷമിപ്പിക്കേണ്ട യാതൊരു കാര്യമില്ല. നമ്മൾ ചെയ്യുന്ന ജോലി പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാരണവശാലും മറ്റൊരാൾ പറയുന്ന കുറ്റപ്പെടുത്തലിൽ വീണ് നമ്മുടെ മനസ്സിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറയാൻ വന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഏതെങ്കിലും സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ആണും പെണ്ണും 2 പേർക്കും ആരെങ്കിലും കുറ്റപ്പെടുത്തി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ മനസ്സിനോട് തന്നെ ചോദിക്കുക, ഈ കുറ്റപ്പെടുത്തലിന് ഞാൻ അർഹയാണോ? അല്ല എന്നാണ് നിങ്ങളുടെ മനസ്സ് പറയുന്നതെങ്കിൽ ധൈര്യമായി മുന്നോട്ട് പോവുക. ഒരു അനാവശ്യ കുറ്റപ്പെടുത്തലുകളിലും വീണ് തളർന്നു പോകേണ്ടതല്ല നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിലൂടെ കാണാം നമുക്ക്. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ.